നമ്മുടെ എസ്തർ കുട്ടി. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. ഹായ് ഹായ് ഈസ്റ്റർ. ഈസ്റ്റർ. ഹലോ വാ വാ വാ. ഇവിടെ റോസ് ബ്ലൂ റോസ്. ആഹാ റോസേ എന്തൊക്കെ പറയുന്നു? ഒന്നും പറയുന്നില്ല. ഒന്നും ഒന്നും പറയാനില്ലേ? പറയാനില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒറ്റ പെരുന്നാളിന് പോയോ? പോയി. അവിടെ ഒന്നും ഉണ്ടായില്ല. അവിടെ മഴ കാരണം ആണോ? കടക്കാരൊക്കെ പോയി. അല്ലെങ്കിൽ കടകളിലായിരുന്നല്ലേ പെരുന്നാൾ അല്ല വരുമ്പോ? എന്ത് വാങ്ങാനായിരുന്നു? എന്ത് വാങ്ങാനായിരുന്നു? ഒന്നുമില്ല, ഞാൻ അവിടെ വെറുതെ ചുറ്റാൻ പോയതാ. അല്ലെങ്കിൽ ഞാൻ എന്തേലും കണ്ടാ അവിടെയൊക്കെ പോയാ വാങ്ങിക്കുന്നുള്ളൂ. ഒന്നും വാങ്ങിക്കാറില്ലേ? ഒന്നും വാങ്ങിക്കാറില്ലേ? വാങ്ങിക്കാറില്ല. ബലൂൺ വാങ്ങിക്കാറുണ്ട്. ഹൈഡ്രജൻ. ഇല്ല, ഹൈഡ്രജൻ ഇല്ല. ബലൂൺ. അത് പണ്ട് കുഞ്ഞായിരുന്നപ്പോ പപ്പ മേടിച്ചു. പണ്ട്. ഇപ്പൊ അതൊക്കെ വിട്ടു. ഇപ്പൊ വലിയ ആളായി ഇപ്പൊ വലിയ ആളെ. ആ. അപ്പൊ എസ്തർ കുട്ടി, ഞാൻ വിചാരിച്ചു ഈ ഹെയർ ബാൻഡ്, ഇത് ഹെയർ ബാൻഡോ ക്ലിപ്പോ എന്താ അത്? ക്ലിപ്പ്. ക്ലിപ്പാണോ? അതൊക്കെ ഞാൻ വെച്ചാൽ അവിടുന്ന് മേടിച്ചോണ്ട് വന്നേന്ന്. അല്ല, അത് ഞങ്ങള് കൊറേ മുമ്പ് മേടിച്ചത്. അത് ഈ ആണോ? ഉടുപ്പിലുള്ള എല്ലാ കളറും ഉണ്ട്. ഇത് പെരുന്നാളിന് അവിടെ- വാങ്ങിച്ചല്ല അല്ലേ? അല്ല. അല്ല. ഞാൻ സത്യമായിട്ടും അത് പെരുന്നാളിന് വാങ്ങിച്ചതാന്ന് വിചാരിച്ചു. എസ്തറുടി എന്തോ ഇങ്ങോട്ട് തിരിഞ്ഞാ എങ്ങോട്ടായിരിക്കും? അങ്ങോട്ട് നേരെ. ഇങ്ങോട്ട് തിരിഞ്ഞാ അതെങ്ങോട്ടായിരിക്കും? ഇതാരാ? എന്റെ നെയ്ബറാ. ആണോ? എന്താ നെയ്ബർ ചേച്ചിയുടെ പേര്? എന്റെ പേര് ഡൈമോൾ. 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 ഡയ്യോ. ആ അയ്യോ, ഓ, സ്പെല്ലിംഗ് പറയാമോ? DYEMOL. ഓ, എന്റെ പപ്പയുടെയും മമ്മിയുടെയും പേരിന്റെ ഒരു കൊളാബാണ്. ആണല്ലേ? എന്താ പേര്? എനിക്കൊന്ന് പേരറിയണം. അത് എന്റെ പപ്പയുടെ പേര് ഡിക്സൺ എന്നാ. ആ. മമ്മിയുടെ പേര് മോളി. മോളി. അങ്ങനെ ആ മോളും ഡിയോ ഒക്കെ എടുത്ത് അപ്പൊ ഞങ്ങക്ക് ലാബാണ്, ലാബോറട്ടറി ആണ്. അപ്പൊ മരുന്നുകളുടെ പേരൊക്കെ വെച്ചിട്ട് ഒരു പാരസെറ്റമോൾ ലൈൻ. ഓ അത് ശരി. എനിക്ക് എനിക്ക് അത് മോളല്ല മോളാണ്. മോൾ. MOL. MOL. അപ്പൊ ഹസ്ബൻഡിന്റെ പേരും വെറൈറ്റിയാ. ബാജു ആന്റണി. ബാജു. ബാജു ഇതെങ്ങനെ ആന്റണി. കണ്ടുപിടിച്ച്? അത് പിന്നെ ആളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കണം. എനിക്ക് എനിക്ക് അല്ല, എനിക്ക് എനിക്ക് പരിചയമുള്ള തോന്നണത് റൈമിങ്ങിനാണ് തോന്നുന്നു. റൈമിംഗ്. ആണോ? റൈമിങ്. അവര് 3 പേരാ. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്താളുടെ പേര് നന്മ, ആ. രണ്ടാമത്തെ സ്തുതി. സ്തുതി. നന്മയും സ്തുതി. സ്തുതി. Very nice, very nice, എനിക്ക് very nice. പരിചയമുള്ള ഒരാളുണ്ട്. എനിക്ക് പരിചയം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള നമ്മുടെ എൻ്റെ ഒരു പരിചയമുള്ള അശോകേട്ടനുണ്ട്, അശോക് കുമാർ. അശോകേട്ടൻ്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട്, കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബെറ്റ്നിസോൾ എന്നാണ്. അതെ, അതൊരു മരുന്നിന്റെ പേരാണ്. അത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് ആ മരുന്നാണെന്നാണ് പറയണത്. ഓ, അങ്ങനെ ആ പേരിട്ടു, ബെറ്റ്നിസോൾ. സ്മരണ. അതെ, സ്മരണ. അപ്പൊ ബെറ്റ്നി എന്ന് വിളിക്കും. എന്തല്ലേ അതെ അതെ. ഭയങ്കര വെറൈറ്റി. വെറൈറ്റി അല്ലേ ഇത്? അതെ, എന്തായാലും കിടിലം. ഡൈമോളെ, ആ. ഈ വീടിന് തൊട്ടടുത്തുള്ള എസ്തർ എങ്ങനെയാണ്? ഞങ്ങളുടെ വീട്ടില് 3 ഡോഗ്സ് ഉണ്ട്, പെറ്റ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഫേവറേറ്റും എസ്തറാണ്, എസ്തറിന്റെ ഫേവറേറ്റും അവരാണ്. ആണോ? ഇപ്പൊ ഈ 3 മാല അവരുടെ 3 പേർക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അവള് ഇട്ടേക്കണ ഈ മാലയുണ്ടല്ലോ. ഓ അത് ശരി. അപ്പൊ ഞങ്ങള് തമ്മിൽ സത്യം പറഞ്ഞ ഒരു ഡാപ്പോടാ ബന്ധാണ്. ആ, എസ്തർ, ഡാ പോ, ഡാ അങ്ങനെ വിളിക്കണം. അങ്ങനെയാണോ? അതായത് നമുക്ക് ഇപ്പൊ അവർക്ക് കളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ടൈമോളെ കളിക്കാൻ വേണ്ടിയില്ലേ. ഇവർക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്, കുറച്ച് കുട്ടികള്. അപ്പൊ അവരാണ് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടികൾ. അതായത് റൗഡി ഗ്യാങ് ആണ്. മതിലി ആടുക, റംബുട്ടാൻ പറിക്കുക, എന്തോ പറയാൻ പറ്റുന്നുണ്ട്. പറയല്ലേ പറയല്ലേ. ഈ വക ഐറ്റംസ് ആണ് അവിടെ. അപ്പൊ എടാ പോടാന്നാ വിളിക്കാറ്. പിന്നെ ഇങ്ങനെ ഒരു റിസപ്ഷൻ ഞാൻ കണ്ടുപോയപ്പോ ഇവളവിടുത്തെ ഉറക്കന്നെ വിളിക്കുക ഡൈവോളേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾക്കാരെല്ലാരും നോക്കിയപ്പോ ദാ വരുന്നു ആചാരബാഹു ഒരാള്. ഇവള് ആരെയും വിളിക്കണേ. പിന്നെ ഞങ്ങളുടെയൊക്കെ കുട്ടികൾ വലുതായല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്. ഞങ്ങളുടെ ഒരു മദേഴ്സിന്റെ ഗ്യാങ് ആണ്. ഞങ്ങളുടെ പിന്നെ വാർഷികത്തിന് ഡാൻസ് ഒക്കെ കളിക്കും. എസ്തറുടെ അമ്മയാ. അപ്പൊ ഞങ്ങള് ഒരു 7 പേരാണ് അതിനകത്തുള്ളത്. ഞങ്ങൾ അതിനകത്ത് പേരിട്ടേക്കണത് വൈബ്രന്റ് ഗേൾസ് എന്നാണ്. പക്ഷെ ഞങ്ങളെ അവിടുത്തെ പിള്ളേര് വിളിക്കണത് വിഭ്രാന്തി ഗേൾസ് എന്നാണ്. വിഭ്രാന്തി. നമുക്ക് നമ്മളിടാലോ. അതെ അതെ, സ്പെല്ലിംഗ് ഏകദേശം ഇടാലോ. അപ്പൊ ഞങ്ങൾ ആ 6 പേരൊക്കെ ഫ്ലെക്സ് വെച്ച് ഞങ്ങളുടെ പേരെഴുതി തന്നെ ഫ്ലെക്സ് വെച്ച്. കാരണം വൈബ്രന്റ് ഗേൾസിനെ ആർക്കും അറിയില്ലല്ലോ. സ്വന്തമായിട്ട് നിങ്ങൾ ആരാണെന്ന് എല്ലാരും അറിയിക്കാൻ വേണ്ടി. ഇന്ന് വൈബ്രന്റ് ഗേൾസിന് ഡാൻസ് ഉണ്ട് ഇവിടെ. അതൊന്നും ഇല്ല, ഇന്ന് ഞാൻ മാത്രം വന്നിട്ടുള്ളൂ. അതെ, 2 വിഭ്രാന്തികളുണ്ട്. അല്ല, 2 വിഭ്രാന്തികളുണ്ട്. എസ്തറിന് എന്താ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? എസ്തറിന് ഇഷ്ടമുള്ള സാധനങ്ങളാ.
അപ്പൊ ഞങ്ങൾക്ക് തരുമായിരിക്കും. ഷെയർ ഇടുമായിരിക്കും. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് ഓൾ ഓഫ് us. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ വൈബ്രന്റ് ഗേൾസിലെ 6 പേർക്കും ഒരു ഹായ് പറയാമോ? ഹായ് വൈബ്രന്റ് ഗേൾസ്. ഹലോ വൈബ്രന്റ് ഗേൾസ്. അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ വൈബ്രന്റ് ഗേൾസ്. യെസ്. And thank you so much for being here for our Esther. Thank you. സോ സ്വീറ്റ്. താങ്ക് യു ചേച്ചി. Yes. ഇനി ഇവിടെ ഇരുന്ന് നമുക്ക് പാട്ട് കേൾക്കാം. അല്ല അതിനു മുമ്പ് അത് പൊട്ടിക്കണം ഹാമ്പർ. അത് അവിടെ ഇരുന്ന് തരാം. അപ്പൊ എസ്തർ കുട്ടി എന്തോ ഏത് പാട്ട്? ഏത് മൂഡ്? മൂട് ഏത് പാട്ട്? രപ്പാടി പക്ഷിക്കോട്ട. ആഹാ. ഓക്കെ. രാപ്പാടി പക്ഷിക്കൂട്ടം. ആരുടെ പാട്ട്? രാജാ പാട്ട്. രാജ രാജാതി രാജനന്ദ രാജ കൂജ. പറഞ്ഞോടാ. നമുക്കിത് എന്ത് പറ്റിങ്ങനെ പതിവില്ലല്ലോ എന്ന് പറഞ്ഞു. ആരുടെ പാട്ട്? മ്യൂസിക് ഇളയരാജ സർ, ലിറിക്സ് ബിച്ചു തിരുമല സർ, ആ. സിനിമ എന്റെ സൂര്യപുത്രിക്ക്, ഇയർ 1991, യെസ്. സിംഗർ ചിത്രമ്മ ആൻഡ് കോറസ്. വെരി ഗുഡ്. ചിത്രമാൻ കോറസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബം ഹബം ബം ബം ഹബം ബം ബം ഹബം 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 ബം ബം ഹബം ബം.
കുട്ടിക്ക് ടെൻഷൻ മാറിയില്ലേ? ഒരു സംശയം. ടെൻഷൻ ഉണ്ടോ? ആ ഇവിടുന്ന് കാണുമ്പോ ഉണ്ടോ ടെൻഷൻ ഉണ്ടോ ഇപ്പോഴും? സത്യം പറയണ എന്റെ അടുത്ത്. ടെൻഷനൊന്നുമില്ല. ഇല്ലാത്ത പോലെ ശരി ആള് ഫ്രീ ആണ്. നമ്പർ തുറക്കാനുള്ള ധൃതിയാ. എനിക്കും ഉണ്ട് ആ ധൃതി. എന്നാ വേഗം മാർക്ക് കൊടുക്കാം നമുക്ക്. മാർക്ക് കൊടുക്കാം. അപ്പോ എസ്തർ കുട്ടിക്ക് ഇന്ന് ആലു പറാത്ത ഔട്ട് ഓഫ് 100. ഓ ആലു പറാത്ത ഔട്ട് ഓഫ് 100 മതിയോ? അത് മതി. അവൾ അവിടുന്ന് അത് കഴിച്ചു മടുത്തു. ഇവിടെ വന്നപ്പോഴും അത് തന്നെ. 9,70,00,000 മാർക്ക്. ആലു പറാത്ത ഈക്വൽസ് 97.5 ഔട്ട് ഓഫ് 100. Okay, bye girls. Thank you. Bye bye.